ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മില്ലിംഗ് മെഷീൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മെഷീനും അതേപോലെ തന്നെ ഗ്രൈൻഡിങ് മെഷീനും, ഈ രണ്ട് മെഷീൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മെഷീനാണ്. സാധാരണ ഇൻഡസ്ട്രികളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. നമ്മുടെ വീടിനടുത്തുള്ള ഇൻഡസ്ട്രിയൽസ് എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗേറ്റ് അതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്സ് ഒക്കെ നടത്തുന്ന ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീൻ കാണാൻ പറ്റും. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാവും, പക്ഷേ ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ കുറച്ച് വലുതാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ഹോൾസ് ഇൻ എ വർക്ക് പീസ് ബൈ ഫോഴ്സിങ് എ റൊട്ടേറ്റിംഗ് ടൂൾ കാൾഡ് ഡ്രിൽ. ഡ്രിൽ എന്ന പേരിലുള്ള ഒരു ടൂള്, ആ ടൂള് റൊട്ടേറ്റ് ചെയ്തിട്ട് അതൊരു വർക്ക് പീസിൻ്റെ മേലേക്ക്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ടൂള് ഒരു വർക്ക് പീസിൻ്റെ മേലേക്ക് ടച്ച് ചെയ്യുമ്പോൾ, ഫോഴ്സ് ചെയ്യുമ്പോൾ ആ വർക്ക് പീസിൻ്റെ മേലെന്ത് ചെയ്യും, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഹോള് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനെയാണ് ഡ്രില്ലിംഗ് മെഷീൻ എന്നും പറയുന്നത്. സാധാരണഗതിയിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദ ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ യൂസിങ് എ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ്, ബോറിംഗ്, കൗണ്ടർ ബോറിംഗ്, റീമിംഗ്, കൗണ്ടർ സിങ്കിങ് ആൻഡ് സ്പോട്ട് ഫേസിങ്, ടേപ്പിംഗ്, ഇത്രയും കാര്യങ്ങൾ ആണ് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്ന് അതിൻ്റെ ഒരു ബേസാണ്, ഒരു ബെഡ് പോലെ, അതിൻ്റെ മേലെയാണ് ബാക്കിയെല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ യു ക്യാൻ സേ ദ ബേസ് ഓഫ് എ ഡ്രില്ലിംഗ് മെഷീൻ, ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ metal piece or rectangular casting on which column is mounted. കോളം ഈ ബേസിൻ്റെ മേലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ കോളം എന്ന് പറയുന്നത്? യു ക്യാൻ സീ എ വേർട്ടിക്കൽ മെമ്പർ. ഒരു കോളം എന്ന് എഴുതിയിട്ടുള്ള വേർട്ടിക്കൽ മെമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ വേർട്ടിക്കൽ മെമ്പറിൻ്റെ മേലെയാണ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ബാക്കി എല്ലാ പാർട്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിക്സ് ആക്കിയിരിക്കുന്നത്. സോ യു ക്യാൻ സേ ദി കോളം ഈസ് എ വേർട്ടിക്കൽ മെമ്പർ which supports all other parts of the drilling machine. all other parts എന്ന് പറയുമ്പോൾ ടേബിൾ വരും, മോട്ടോർ വരും, സ്പിൻഡിൽ ഹെഡ് വരും. ഇതൊക്കെ അതിൻ്റെ മേലെയാണ്, കോളത്തിൻ്റെ മേലെയാണ് ഫിക്സ് ആക്കിയിരിക്കുന്നത്. നൗ ടേബിൾ, അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഡ്രില്ലിംഗ് മെഷീൻ. ടേബിൾ, യു ക്യാൻ സീ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് പീസ് വെക്കുന്നത്. ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് പീസ് കൊണ്ടുപോയി വെക്കുന്നത് ഈ ടേബിളിൻ്റെ മുകളിലാണ്. ടേബിൾ അഡ്ജസ്റ്റബിൾ ആണ്, അതിൻ്റെ ഹൈറ്റ് നമുക്ക് മുകളിലേക്കും താഴേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടേബിളിൻ്റെ ഒരു ക്ലാമ്പ് ഉണ്ട്, ആ ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് ടേബിളിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ടേബിൾ? ടേബിൾ സപ്പോർട്ട്സ് ദി വർക്ക് പീസ് എന്ന് പറയാം. ടേബിൾ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ. ആൻഡ് ആൾസോ ദ ഹൈറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. നൗ അനദർ തിങ് ഈസ് ദി ഡ്രിൽ ഹെഡ്. ഡ്രിൽ ഹെഡ് എന്ന് പറയുമ്പോൾ ആ കോളത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഫിക്സ് ആക്കിയിരിക്കുന്ന കാര്യത്തെയാണ് ഡ്രിൽ ഹെഡ് എന്ന് പറയുക. അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മോട്ടോർ കാണാൻ പറ്റും, മറ്റൊരു ഭാഗത്ത് സ്പിൻഡിൽ ഹെഡും കാണാൻ പറ്റും. മോട്ടോർ എന്ന് പറയുമ്പോൾ, മോട്ടോർ ആണ് സ്പിൻഡിൽ ഹെഡിനെ കറക്കുന്ന സാധനം, അതിനുള്ള കാര്യമാണ് മോട്ടോർ. മോട്ടോറിൽ നിന്നൊരു ബെൽറ്റ് കൊടുത്തിട്ടാണ് സാധാരണ സ്പിൻഡിൽ ഹെഡിനെ കറക്കാറുള്ളത്. സ്പിൻഡിൽ ഹെഡിലാണ് ടൂളെല്ലാം ഫിക്സ് ആക്കിയിരിക്കുന്നത്, സ്പിൻഡിൽ ആണ് ടൂളുള്ളത്. അതുകൊണ്ട് സ്പിൻഡിൽ ഹെഡിനകത്ത് നിന്ന് പോകുന്ന സ്പിൻഡിൽ കറങ്ങുമ്പോൾ അതിനകത്ത് ഫിക്സ് ആക്കിയിരിക്കുന്ന ഡ്രിൽ, അതായത് ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ ടൂള് കറങ്ങും. അത് നമുക്ക് ഈ ടൂള് താഴേക്കും മുകളിലേക്കും ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിൽ ഫീഡ് ഹാൻഡിൽ എന്ന് പറയുന്നിട്ടൊരു സംവിധാനം അവിടെ കൊടുത്തു. അത് ഉപയോഗിച്ചിട്ട് നമുക്ക്, ആ ഫീഡ് ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ടൂളിൻ്റെ, ഡ്രിൽ എന്നാണ് ആ ടൂളിന് പറയുക, അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റ് എന്ന് പറയും, ആ ടൂളിനെ നമുക്ക് താഴേക്കും മുകളിലേക്കും കൊണ്ടുപോകാൻ ഈ ഫീഡ് ഹാൻഡിൽ ഉപയോഗിക്കും. ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുക എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ, ആ ഓരോ ഓപ്പറേഷനും നോക്കാം. ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡ്രില്ലിംഗ്. നമുക്കറിയാം എന്താണ് ഡ്രില്ലിംഗ്.
ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിംഗ് എ ഹോൾ, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുക, പുതിയതായിട്ടൊരു സർക്കുലർ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയാം. ആൻഡ് ബോറിംഗ്, ബോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലെയ്ത്തൊക്കെ പഠിച്ച സമയത്തും ഇത് പഠിച്ചിരുന്നു. ലെയ്ത്ത് കൊണ്ടും നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ശരിയായ രൂപത്തിൽ ഡ്രിൽ ചെയ്യാൻ നമ്മൾ ഇതാണ് ഡ്രില്ലിംഗ് മെഷീനാണ് ഉപയോഗിക്കുക. അവിടെ ഡ്രിൽ ചെയ്യുന്നത് ചെറിയൊരു പിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ ലെയ്ത്ത് കൊണ്ട് ഡ്രിൽ ചെയ്യാറുള്ളൂ. അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു ബോറിംഗ് ഒക്കെ. സോ വാട്ട് യു മീൻ ബൈ ബോറിംഗ്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഹോളിനെ, സർക്കുലർ ഹോളിൻ്റെ ഡയമീറ്റർ കൂട്ടുക, എൻലാർജ് ചെയ്യുക. ഓർ യു ക്യാൻ സേ ദ സൈസ് ഓഫ് ദ ഹോൾ ക്യാൻ ബി എൻലാർജ്ഡ്. അതിൻ്റെ ഡയമെൻഷൻ കുറച്ച് കൂട്ടുക, ഡയമീറ്റർ കൂട്ടുക, സൈസ് കൂട്ടുക, ഒരു ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ സൈസ് ഒന്ന് കൂട്ടുക. അങ്ങനെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബോറിംഗ് എന്ന് പറയുന്നത്, കൂട്ടുന്നതിനെയാണ് ബോറിംഗ് എന്ന് പറയുക. ബോറിംഗ് ടൂളാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൗണ്ടർ ബോറിംഗ്. കൗണ്ടർ ബോറിംഗ് മീൻസ് നമ്മൾ ഹൈറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഹോളിൻ്റെ ഡയമീറ്റർ കൂട്ടുന്നുണ്ട്, പക്ഷേ ഏറ്റവും താഴെ വരെ ആ ഫുൾ ഹോളും സൈസ് കൂട്ടൂല, ഒരു സെർട്ടൺ ഡെപ്തിലേക്ക് മാത്രം. ഓൾറെഡി ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തു, ആ ഹോളിൻ്റെ ഫുൾ ഡെപ്തിലേക്ക് നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല, ഒരു സെർട്ടൺ ഹൈറ്റിലേക്ക് മാത്രമേ ഹോളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതിനെയാണ് കൗണ്ടർ ബോറിംഗ് എന്ന് പറയുക. അതിന് കൗണ്ടർ ബോറിംഗ് ടൂളാണ് ഉപയോഗിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റീമിങ്. റീമിങ് എന്നുള്ളത് അത് നേരത്തെ പഠിച്ചതാണ്. റീമിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ഹോളിനെ ഒന്ന് ഫിനിഷ് ആക്കുക, ഫൈനൽ ടച്ച് കൊടുക്കുക, ഫിനിഷിങ് കൊടുക്കുക. അപ്പോൾ വളരെ സ്മൂത്തായിട്ട്, വളരെ ചെറിയ നൈസായിട്ട് കുറച്ച് മെറ്റീരിയൽ മാത്രമേ റിമൂവൽ ആവുള്ളൂ. ആ രൂപത്തിൽ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഹോളിനെ നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റും. അങ്ങനെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നതിനാണ് റീമിങ് എന്ന് പറയുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് റീമിങ് ടൂളാണ്. ദെൻ കൗണ്ടർ സിങ്കിങ്. കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത് വി ഷേപ്പിൽ നമുക്കൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ സിങ്കിങ് ടൂൾ ഉപയോഗിക്കുക. അതിനെയാണ് കൗണ്ടർ സിങ്കിങ് എന്ന് പറയാം. ദെൻ ടേപ്പിംഗ്. ടേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടൂളിൻ്റെ മേലെയും ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡുള്ള ടൂള് ആദ്യം സാവകാശം തിരിച്ചങ്ങ് ഇറക്കി കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനകത്ത് ത്രെഡ് വരും. പിന്നീട് റിവേഴ്സിൽ തിരിച്ചിട്ട് ആ ടൂള് പതുക്കെ അങ്ങ് മുകളിലേക്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ത്രെഡ് വരും. അങ്ങനെ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേപ്പിംഗ് ഉപയോഗിക്കുന്നത്. ആൻഡ് അനദർ വൺ ഈ സ്പോട്ട് ഫേസിങ്. സ്പോട്ട് ഫേസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞല്ലോ, ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ അത്ര താഴ്ചയിലേക്ക് സൈസ് എൻലാർജ് ചെയ്യില്ല. കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ഹോളിൻ്റെ സൈസ് ഒരു സെർട്ടൺ ഡെപ്തിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് കൗണ്ടർ ബോറിങ്ങിൻ്റെ പ്രത്യേകത. പക്ഷേ സ്പോട്ട് ഫേസിങ് എന്ന് പറയുമ്പോൾ ഫേസ് മാത്രം ഒന്ന് ഡെപ്താക്കി കൊടുക്കുകയേ ചെയ്യുള്ളൂ. അതൊരു ഹോള് ക്രിയേറ്റ് ചെയ്തു, ആ ഹോള് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം മാത്രം ചെറുതായിട്ടൊരു പിറ്റ് പോലെ കൊടുക്കും. അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ബോൾട്ട്, ഒരു സ്ക്രൂ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ബോൾട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒരു ചുമരിലേക്ക് അടിച്ച് കയറ്റുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളൊരു ആണി തന്നെ മനസ്സിൽ വിചാരിച്ച് നോക്കൂ. ഒരു ആണി ഒരു ചുമരിലേക്ക് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ആ മുകൾ ഭാഗം, അതിൻ്റെ ടോപ്പ് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണൂലേ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് ആ ചുമരിലേക്ക് അങ്ങ് ഇറങ്ങി നിൽക്കണം വിചാരിക്കുക. പ്രത്യേകിച്ച് ഒരു ബോൾട്ടൊക്കെ ആണെങ്കിൽ ആ ബോൾട്ട് ചുമരിലേക്ക് അങ്ങ് ഇറങ്ങി നിൽക്കണം. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പിന്നീട് അത് കാണരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചുമരിൽ ചെറിയൊരു പിറ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടേ, എന്നാലേ അതങ്ങ് ഇറങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ചെറുതായിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ഹോളിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വളരെ ചെറിയതായിട്ട് ഒരു പിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് സ്പോട്ട് ഫേസിങ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഡ്രില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം ഓരോ കാര്യങ്ങളും ഡ്രില്ലിങ്, റീമിങ്, ബോറിങ്, കൗണ്ടർ ബോറിങ് ആൻഡ് കൗണ്ടർ സിങ്കിങ് എന്താണെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെഷീൻ ഈസ് ഗ്രൈൻഡിങ് മെഷീൻ. ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് എന്തിനാണ് സാധാരണ ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിക്കാമെന്നറിയോ? ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിക്കുന്നത്, ഗ്രൈൻഡിങ് മെഷീൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് പരിചയം ഉണ്ടാവും ഗ്രൈൻഡിങ് മെഷീൻ എന്താണെന്നുള്ളത്. ഗ്രൈൻഡിങ് മെഷീൻ സാധാരണ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കാനോ സിലിണ്ടറിക്കൽ സർഫസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. മെറ്റൽ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ ഗ്രൈൻഡിങ്ങിൻ്റെ പ്രത്യേകത, വി ആർ യൂസിങ് an abrasive tool, an abrasive wheel
ഒരു കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് അബ്രസീവ് വീലാണ്. അതാണ് ശരിക്ക് ഗ്രൈൻഡിങ്ങിൻ്റെ പ്രത്യേകത. മെറ്റൽ റിമൂവൽ തന്നെയാണ്, ബട്ട് വി ആർ യൂസിങ് അബ്രസീവ് വീൽ. നൗ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെറ്റൽ റിമൂവൽ ഇൻ വിച്ച് ദ കട്ടിംഗ് ടൂൾ ഈസ് ആൻ അബ്രസീവ് വീൽ. ഗ്രൈൻഡിങ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഗ്രൈൻഡിങ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു വർക്ക് പീസിൻ്റെ മേലെ നിന്ന് വളരെ കുറച്ച് മാത്രം മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ. ഇപ്പോൾ ചില സമയത്ത് വേറെ മറ്റെന്തെങ്കിലും ഒരു വർക്ക് കാരണം മറ്റെന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കാരണം നമുക്ക് ആവശ്യമുള്ള വർക്ക് പീസൊക്കെ ഏകദേശം ആ ഡയമെൻഷനിലേക്ക് എത്തി, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ആ ക്ലോസ് ഡയമെൻഷണൽ ടോളറൻസ് കിട്ടാനുണ്ട്, കുറച്ചുകൂടെ കറക്റ്റ് ഡയമെൻഷനിലേക്ക് അതിനെ എത്തിക്കാനുണ്ട്. അങ്ങനെ കറക്റ്റ് ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ഡയമെൻഷനിലേക്ക് അതെത്തും. സോ ടു ഒബ്റ്റെയിൻ വി ക്യാൻ സേ ക്ലോസ് ടോളറൻസ്, ഡയമെൻഷണൽ ടോളറൻസ് എന്ന് പറയാൻ പറ്റും. രണ്ടാമതൊരു ഉപയോഗം സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഓപ്പറേഷൻ വഴി നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലേക്ക് എത്തി, പക്ഷേ ഒന്ന് മിനുസപ്പെടുത്തണം അല്ലെങ്കിൽ സ്മൂത്ത് ആക്കണം, സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡിങ് ഉപയോഗിക്കും. ആൻഡ് അനദർ തിങ് ഈസ് ടു മെഷീൻ ഹാർഡ് സർഫസസ് വിച്ച് ആർ അതർവൈസ് ഡിഫിക്കൽട്ട് ടു ബി മെഷീൻഡ്. മറ്റെന്തെങ്കിലും മാർഗങ്ങൾ വഴി വർക്ക് ചെയ്യാൻ പ്രയാസമുള്ള തരം വർക്ക് പീസുകളാണ് ഇരിക്കുക. നല്ല ഹാർഡ് വർക്ക് പീസാണ്, അതിൻ്റെ മേലെ മറ്റ് ടൂളുകളൊന്നും ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കട്ടിംഗ് ടൂൾ, ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു ഉപയോഗമാണ്. കട്ടിംഗ് ടൂള് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കത്തി പോലെയുള്ള സാധനങ്ങളൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡിങ് വീല് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കത്തി മൂർച്ച കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ വരുമല്ലോ, ഒരു പ്രത്യേക തരം മെഷീനും കൊണ്ട്, മാനുവൽ ഓപ്പറേഷൻ നടത്തുന്ന മെഷീനും കൊണ്ട് വരുമല്ലോ. അതിൻ്റെ മേലൊരു ചക്രം കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? ആ ചക്രത്തിൻ്റെ മുകളിലാണ് കത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്തിട്ട് ഷാർപ്പൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കോളേജിനകത്തുള്ള വർക്ക്ഷോപ്പിൽ തന്നെ ഗ്രൈൻഡിങ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നൗ എന്തൊക്കെയാണ് ഗ്രൈൻഡിങ് മെഷീൻ്റെ പ്രത്യേകത? ഒന്ന്, നമ്മൾ പറഞ്ഞു അതിൻ്റെ ഗ്രൈൻഡിങ് വീൽ, അതിനൊരു ഗ്രൈൻഡിങ് വീലുണ്ട്, അത് അബ്രസീവ് വീലാണ്. അബ്രസീവ് വീല് സാധാരണഗതിയിൽ നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആവാം. നാച്ചുറൽ എന്ന് പറയുമ്പം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, ആർട്ടിഫിഷ്യൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. സോ നാച്ചുറൽ അബ്രസീവ് ഇൻക്ലൂഡ്സ് സാൻഡ്സ്റ്റോൺ, എമറി, ഡയമണ്ട്സ് എക്സെട്ര. ഇതൊക്കെ നാച്ചുറലാണ്. ഡയമണ്ടൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണല്ലോ. സോ അത് നമുക്ക് അബ്രസീവായിട്ട് ഉപയോഗിക്കും, അബ്രസീവ് വീലായിട്ട് ഉപയോഗിക്കും. ദെൻ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അതിന് എക്സാമ്പിളാണ് സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ്, ബോറോൺ കാർബൈഡ് എക്സെട്ര. ഇത് നമുക്ക് ഗ്രൈൻഡിങ്ങിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സർഫസ് ടു ബി ഗ്രൗണ്ട്, ഗ്രൈൻഡിങ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. നമ്മൾക്ക് ഏത് തരം സർഫസ് ആണോ ഗ്രൈൻഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഗ്രൈൻഡിങ്ങിനെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് ആണ്, രണ്ടാമത് സർഫസ് ഗ്രൈൻഡിങ് ആണ്, മൂന്നാമത് ഫോം ഗ്രൈൻഡിങ് ആണ്. വളരെ എളുപ്പമാണ് മൂന്നും. ഒന്ന് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്. നിങ്ങൾ നോക്കുക, സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ലെയ്ത്ത് മെഷീൻ ഉണ്ടല്ലോ, ആ ലെയ്ത്ത് മെഷീനിൽ നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീനിൽ വർക്ക് ചെയ്യുക. അതായത് ഒരു ചക്ക് ഉണ്ടാവും, ആ ചക്കിനകത്തൊരു വർക്ക് പീസ് ഫിറ്റാക്കും, എന്നിട്ട് പിന്നെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും, ടെയിൽ സ്റ്റോക്ക് വഴി സപ്പോർട്ടും ചെയ്യും. അപ്പോൾ ഹെഡ് സ്റ്റോക്കിൻ്റെയും ടെയിൽ സ്റ്റോക്കിൻ്റെയും ഇടയിൽ ഈ വർക്ക് പീസ് വെക്കും, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് ലെയ്ത്തിൽ എങ്ങനെയായിരുന്നു, നമ്മളൊരു ടൂൾ കൊണ്ടുപോയി അതിൻ്റെ മേലെ ടച്ച് ചെയ്യായിരുന്നു അല്ലേ? ആ ടൂളിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു ഗ്രൈൻഡിങ് വീലാണ് പോയി ടച്ച് ചെയ്യുക. ആ ഗ്രൈൻഡിങ് വീലും കറങ്ങും കേട്ടോ. ദ ഗ്രൈൻഡിങ് വീൽ ആൾസോ വിൽ റൊട്ടേറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൈൻഡിങ് വീലും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും, ഗ്രൈൻഡിങ് വീലും റൊട്ടേറ്റ് ചെയ്യും. ഇതുപോലെ ഒരെണ്ണം ലെയ്ത്തിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന, ടൂളും റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? അവിടെ നമ്മൾ നേളിങ് പഠിച്ച സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ മേലെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന വർക്ക് പീസിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഒരു ഹാർഡ് സർഫസ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രിപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് കൊത്തുപണികളൊക്കെ അതിൻ്റെ മേലെ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ കൊത്തുപണികളുള്ള ഒരു ചക്രമാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നു. ആ ചക്രത്തിൻ്റെ സ്ഥാനത്ത് ഇവിടെ നിങ്ങൾ ഗ്രൈൻഡിങ് വീൽ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പം സെയിം ആസ് ദ വർക്കിംഗ് ഓഫ് ദ ലെയ്ത്ത്. ഏറെക്കുറെ ഒരു ചക്ക്, ആ ചക്കിനകത്ത് നമ്മുടെ
വർക്ക് പീസ് വെച്ചിരിക്കുന്നു. വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. അതിനുശേഷം ഈ വർക്ക് പീസ് കറങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് വീലും കറങ്ങുന്നു. എന്നിട്ട് ഈ കറങ്ങുന്ന ഗ്രൈൻഡിങ് വീലാണ് ആ കറങ്ങുന്ന വർക്ക് പീസിൻ്റെ മേലെ പോയി ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ സിലിണ്ട്രിക്കൽ വർക്ക് പീസ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലേക്ക് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഉള്ള ഒരു വർക്ക് നമുക്ക് കിട്ടുന്നർത്ഥം. ഇതാണ് ഒന്നാമത്തെ കാര്യം, സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് ഫോം ഗ്രൈൻഡിങ് ആണ്. ഫോം ഗ്രൈൻഡിങ്ങും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതേ രൂപത്തിൽ തന്നെയാണ്. ഒരു ചക്ക്, ആ ചക്കിനകത്ത് ഒരു വർക്ക് പീസ് വെച്ചിരിക്കുന്നു, അതിൻ്റെ എൻഡ് ടെയിൽ സ്റ്റോക്ക് വഴി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരേ ഒരു വ്യത്യാസം, നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടല്ലോ, ആ ടൂളിൻ്റെ മേലെ പ്രത്യേകം എന്തൊക്കെയോ ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കറങ്ങുന്ന ടൂൾ തന്നെയാണ്. ആ ഷേപ്പിലുള്ള പ്രത്യേക ഷേപ്പിലുള്ള പ്രൊഫൈലിലുള്ള ടൂളാണ് കൊണ്ടുപോയി വർക്ക് പീസിൻ്റെ മേലെ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ആനുപാതികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന് ആനുപാതികമായിട്ടുള്ള ഒരു ഷേപ്പ് അതിൽ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിൽ ഒരു പ്രൊജക്ഷനാണ്, ഒരു കോൺവെക്സ് സർഫസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അത് കൊണ്ടുപോയി ടച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്തൊരു കോൺകേവ് ആയിട്ട് ഉള്ള സർഫസ് വർക്ക് പീസിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗത്ത് ഒരു ടൂളിൻ്റെ ഭാഗത്തൊരു കോൺകേവ് ആണെങ്കിൽ വർക്ക് പീസിൻ്റെ മേലെ ഒരു കോൺവെക്സ് ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചാൽ കിട്ടും. നമ്മൾ വർക്ക് പീസിൻ്റെ നമ്മുടെ ടൂളിൻ്റെ മേലെ എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ആ ഒരു തരം ഒരു പ്രത്യേക ഷേപ്പുകളുള്ള പ്രൊഫൈലുള്ള ആ ടൂള് വർക്ക് പീസിൻ്റെ മേലെ പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് പീസിൻ്റെ മേലെ എന്ത് സംഭവിക്കും? ആ വർക്ക് പീസിൻ്റെ മേലെ ആ ടച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പ്രൊജക്ഷനാണ് നമ്മൾ ടൂളിൻ്റെ മേലെ ഉണ്ടാക്കിയിരിക്കുക, അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ. ഒരു പ്രൊജക്ഷനാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ആ പ്രൊജക്ഷൻ ഉണ്ടാക്കിയ ടൂളാണ് നമ്മൾ കൊണ്ടുപോയി ടച്ച് ചെയ്യുന്നത്. അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്ഷൻ അല്ലേ ആദ്യം വർക്ക് പീസിൻ്റെ മേലെ ടച്ച് ആവുക. പിന്നെ ഇങ്ങനെ നമ്മൾ താഴ്ത്തുന്നതിനനുസരിച്ച് ആ ടച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ താഴ്ന്ന് പോകുമ്പോൾ വർക്ക് പീസിൻ്റെ മേലെ ഒരു കുഴിയായിട്ടാണ് വരിക. അപ്പോൾ നമ്മളുടെ ടൂളിൻ്റെ മേലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കിയപ്പോൾ വർക്ക് പീസിൻ്റെ മേലെ അതൊരു കുഴിയായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു ടൂൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് വർക്ക് പീസിൻ്റെ മേലെ ഉണ്ടാക്കുന്നത്. ഇതാണ് ഫോം ഗ്രൈൻഡിങ്. ദെൻ ദ തേർഡ് വൺ ഈസ് സർഫസ് ഗ്രൈൻഡിങ്. സർഫസ് ഗ്രൈൻഡിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കുക. ഇവിടെ ടൂള് അബ്രസീവ് വീല് ഫിറ്റ് ആക്കുന്നത് വേർട്ടിക്കലായിട്ടാണ്. വേർട്ടിക്കൽ ആയിട്ടാണ് അബ്രസീവ് വീല് ഫിക്സ് ആക്കുക. അതിനുശേഷം അത് കറങ്ങുന്ന സമയത്ത് അതിനടിയിൽ കൊണ്ടുപോയിട്ട് വർക്ക് പീസ് വെക്കും. അങ്ങനെ വർക്ക് പീസ് അതിൻ്റെ അടിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ കറങ്ങുന്ന അബ്രസീവ് വീൽ ഉപയോഗിച്ചിട്ട് ആ വർക്ക് പീസിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് ആക്കാൻ പറ്റും, ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ വീടുകളിലൊക്കെ ഈ ഗ്രാനൈറ്റ്, മാർബിള് പോലെയുള്ള മൊസൈക്ക് പോലെയുള്ള ഫ്ലോറ് അത് ഏറ്റവും അവസാനം ഒന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട്, പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരം മെഷീൻ ഉപയോഗിക്കൂലേ? എല്ലാം വർക്ക് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ മാർബിളോ ഒക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം പോളിഷ് ചെയ്യാറുണ്ട്. ആ മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വേർട്ടിക്കൽ ആക്സിസിലായിരിക്കും അത് ഫിക്സ് ആക്കിയിരിക്കുക. എന്നിട്ട് കറങ്ങുന്ന ഒരു വീൽ അതിൻ്റെ അടിയിലുണ്ടാവും. ആ വീലിൻ്റെ ഫ്ലാറ്റ് സർഫസ്, ഒരു വീല് കറങ്ങുക എന്ന് പറയുമ്പോൾ ആ വീലിൻ്റെ ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവില്ലേ, വീലിൻ്റെ രണ്ട് സൈഡ്, ആ രണ്ട് സൈഡിൽ ഒരു സൈഡാണ് ഈ തറയിൽ പോയി ടച്ച് ചെയ്യുന്നത്. ആ ഫ്ലാറ്റ് സർഫസാണ് ടച്ച് ചെയ്യുക. അങ്ങനെ ആ ഫ്ലാറ്റ് സർഫസ് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഫ്ലോറിൽ നമുക്ക് ഫിനിഷിങ് കിട്ടുക ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു വീല്, ആ വീല് ഒരു വെർട്ടിക്കൽ ആക്സിസിൽ ഫിക്സ് ആക്കിയിരിക്കുന്നു. അങ്ങനെ ഫിക്സ് ആക്കിയ സമയത്ത് ആ വീലിൻ്റെ ഫ്ലാറ്റ് പാർട്ടാണ്, ഫ്ലാറ്റ് സർഫസാണ് നമ്മുടെ വർക്ക് പീസിൻ്റെ മുകൾ ഭാഗത്ത് പോയി ടച്ച് ചെയ്യുന്നത്. അവിടുന്ന് മെറ്റീരിയൽസ് റിമൂവൽ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫ്ലാറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് സർഫസ് ഗ്രൈൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡ്രില്ലിംഗ് എന്താണെന്ന് പഠിച്ചു, ഗ്രൈൻഡിങ് എന്താണെന്ന് പഠിച്ചു, ഡ്രില്ലിംഗ് മെഷീൻ എന്താണെന്ന് പഠിച്ചു, ഡ്രില്ലിംഗ് മെഷീനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു. അതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയാണ് ഡ്രില്ലിംഗ് മെഷീനിൽ പഠിച്ചത്. ദെൻ നമ്മൾ ഗ്രൈൻഡിങ് മെഷീനിലേക്ക് വന്നു. ഗ്രൈൻഡിങ് എന്താണെന്നും ഗ്രൈൻഡിങ് മെഷീൻ എന്താണെന്നും ഗ്രൈൻഡിങ് വീൽ എന്താണെന്നും മനസ്സിലാക്കി. ഗ്രൈൻഡിങ്ങിനെ നമുക്ക് ഏത് ടൈപ്പ് സർഫസ് ആണോ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് ഗ്രൈൻഡിങ്ങിനെ തരംതിരിക്കാം എന്നും പറഞ്ഞു.
അതിൽ 3 തരങ്ങളാണ് നമ്മൾ പറഞ്ഞത്: സിലിണ്ട്രിക്കൽ, ഫോം ആൻഡ് സർഫസ്. സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്, ഫോം ഗ്രൈൻഡിങ് ആൻഡ് സർഫസ് ഗ്രൈൻഡിങ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.